നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്ത മോദി സർക്കാർ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിലാണെന്ന് മന്ത്രി പി പ്രസാദ്. മതേതര രാഷ്ട്രീയ ചിന്താധാരയെ ഇല്ലാതാക്കാനും ഹിന്ദു വിചാരതയെ സ്വീകരിക്കാനുമുള്ള സംഘപരിവാർ അജണ്ടയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി. നാനാത്വത്തിൽ ഏകത്വമെന്ന സങ്കല്പത്തെ ഇല്ലാതാക്കുക എന്നതാണ് സംഘപരിവാറിന്റെ അജണ്ടയെന്നും മന്ത്രി. പാലക്കാട് CPI ജോയിന്റ് കൌൺസിൽ യോഗം. പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി മാറ്റിവെച്ച 600 കോടിയിൽ അധികം കവർന്ന സർക്കാരാണ് 100 കോടിയുടെ വാർഷിക മാമാങ്കം നടത്തുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. എഴുതിക്കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനെയാണ് ചർച്ചയാക്കി അവതരിപ്പിക്കുന്നതെന്നും C ചന്ദ്രൻ. SC/ST ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ ദളിത് കോൺഗ്രസ് നേതൃത്വത്തിൽ പാലക്കാട് രാപ്പകൽ സമരം. തൊഴിൽ ദാരിദ്ര്യമുണ്ടായാൽ മുതലാളിത്ത വ്യവസ്ഥിതി എളുപ്പത്തിൽ സാധ്യമാവുമെന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരണവുമായി മുന്നോട്ടു പോകുന്നതെന്നും KPCC ജനറൽ സെക്രട്ടറി. പാലക്കാട് FNPO സമാപന സമ്മേളനം. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ മറവിൽ മണ്ണും മണലും കടത്തിയ കരാറുകാരനെതിരെ നഗരസഭാ ഹെൽത്ത് സൂപ്രണ്ടിനെ ഉപരോധിച്ച് കോൺഗ്രസ്. മണ്ണും മണലും കടത്തുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടെ രാത്രിയുടെ മറവിലെന്നും ആരോപണം. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യം. പാലക്കാട് കൽമണ്ഡപത്ത് പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് വൻ കവർച്ച. 30 ലക്ഷം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടമായി. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന്. മങ്കരയിൽ BSNL ടവർ മുറിയിലെ മോഷ്ടാക്കളെ പിടികൂടി പോലീസ്. എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള മെയ് 18 മുതൽ 24 വരെ തൃശൂരിൽ. ഭക്ഷ്യ കാർഷിക മേളകൾ, സെമിനാറുകൾ, സിനിമാ പ്രദർശനങ്ങൾ എന്നിവ മേളയുടെ ഭാഗമാകും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാതല അവലോകന യോഗം വ്യാഴാഴ്ച. പഴയന്നൂരിൽ മിനി ലോറിയിടിച്ച വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മങ്കരയിൽ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ചേലക്കരയിൽ തെങ്ങിൽ നിന്ന് വീണ വയോധികൻ മരിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്ത മോദി സർക്കാർ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിലാണെന്ന് CPI സംസ്ഥാന കമ്മിറ്റി അംഗവും മന്ത്രിയുമായ പി പ്രസാദ് പറഞ്ഞു. മതേതര രാഷ്ട്രീയ ചിന്താധാരയെ ഇല്ലാതാക്കാനും ഹിന്ദു വിചാരതയെ സ്വീകരിക്കാനുമുള്ള സംഘപരിവാർ അജണ്ടയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം എന്നും മന്ത്രി പ്രസാദ് പറഞ്ഞു. നാനാത്വത്തിൽ ഏകത്വമെന്ന സങ്കല്പത്തെ ഇല്ലാതാക്കാനാണ് സംഘപരിവാറിന്റെ അജണ്ടയെന്നും പാലക്കാട്ട് സംഘടിപ്പിച്ച ജോയിന്റ് കൌൺസിൽ യോഗത്തിൽ മന്ത്രി പറഞ്ഞു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഭരണഘടനാ ജനാധിപത്യത്തിന്റെ ഹൃദയസ്പന്ദനം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രസാദ്. നാനാത്വത്തിൽ ഏകത്വമെന്ന സങ്കല്പത്തെ ഇല്ലാതാക്കാനാണ് സംഘപരിവാർ അജണ്ട. ഇതിന്റെ ഭാഗമായുള്ള തന്ത്രത്തിന്റെ ഫലമായാണ് രാജ്യത്ത് മതസ്പർദ്ധയുണ്ടാകുന്നത്. മതസൗഹാർദ്ദം തകർത്ത് കറുപ്പിനെയും വെളുപ്പിനെയും ജാതീയമായും വേർതിരിച്ച് സംഘടനകളുണ്ടാക്കുന്ന വർഗീയ വിഷം ചീറ്റി അധികാരത്തിന്റെ ഉന്നതിയിൽ നിന്ന് ബ്രാഹ്മണ്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള നീക്കം അതിനിഗൂഢമായാണ് നടക്കുന്നത്. ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ കഴിയുന്നത് ഇടത് മതേതര ശക്തികൾക്കാണ്. മതേതരത്വം തകരണമെങ്കിൽ, ഭരണഘടന മാറ്റിയെഴുതണമെങ്കിൽ ഇടത് മതേതര ശക്തികൾ തകരണം. സംഘപരിവാറിന്റെ തിരിച്ചറിവിനെ തകർക്കുന്നതാവണം മതേതര വിശ്വാസികളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഉത്തരവാദിത്തമെന്നും മന്ത്രി പറഞ്ഞു. മറ്റൊരു മനുഷ്യൻ ഒരു തോക്കെടുത്ത ഒരു കാഴ്ചയായിരുന്നു. ആ തോക്കെടുത്ത ആളിൻ്റെ പേര് ഗോഡ്സെ എന്നായിരുന്നു. ആരുടെയാണോ കാലിൽ ഗോഡ്സെ തൊട്ടത്, ആരെയാണോ തൊട്ട് വണങ്ങിയത് സാക്ഷാൽ ഗാന്ധിജിയെയും ആയിരുന്നു. മുമ്പിൽ വന്നു നിന്ന് കാലിൽ തൊട്ട് വണങ്ങിയിട്ട് കീശയിൽ കരുതിയ. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ഭാരവാഹികളായ SP സുമോദ്, VV ഹാപ്പി, NN പ്രജിത, CR ജോസ് പ്രകാശ്, ചവറ ജയകുമാർ, S സുധീർ കുമാർ, VC ജയപ്രകാശ്, B പ്രമിത, ഡോക്ടർ VM ഹാരിസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി മാറ്റിവെച്ച 600 കോടിയിൽ അധികം കവർന്ന സർക്കാരാണ് 100 കോടിയുടെ വാർഷിക മാമാങ്കം നടത്തുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. എഴുതിക്കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനെയാണ് വികസന ചർച്ചയാക്കി അവതരിപ്പിക്കുന്നതെന്നും C ചന്ദ്രൻ പറഞ്ഞു. SC/ST ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ ദളിത് കോൺഗ്രസ് പാലക്കാട്ട് നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ അടിസ്ഥാന വർഗ്ഗങ്ങളുടെ പെൻഷൻ 17 മാസമായി മുടങ്ങിയതുകൂടാതെ പദ്ധതികൾക്കായി വകയിരുത്തിയ കോടികൾ വകമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യകേരളത്തിന് ശേഷം ഇത്രയധികം വെട്ടിപ്പും തട്ടിപ്പും നടത്തിയ സർക്കാർ കേരളത്തിലുണ്ടായിട്ടില്ല. ആശാ വർക്കർമാർ മുതൽ അംഗൻവാടി ജീവനക്കാർ വരെ പട്ടിണിയിലാണ്. ജനകീയ സമരങ്ങളെ അടിച്ചമർത്താനുള്ള PR വർക്കുകളാണ് CPIM സർക്കാർ നടത്തുന്നതെന്നും C ചന്ദ്രൻ പറഞ്ഞു. ഐക്യകേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും മോശമായ സാമ്പത്തിക സ്ഥിതിയിലൂടെ മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെൻറ് വികസന ക്ഷേമകാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ വിഭാഗങ്ങൾക്കും നൽകേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നൽകേണ്ട
തുക കോടാനുകോടി രൂപ കവർന്നെടുക്കുന്ന സമീപനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ജില്ലാ പ്രസിഡന്റ് നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, സി പ്രേം നവാസ്, സ്വാമിനാഥൻ, പൊന്നപ്പൻ, AK വേലായുധൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൊഴിൽ ദാരിദ്ര്യമുണ്ടായാൽ മുതലാളിത്ത വ്യവസ്ഥിതി എളുപ്പത്തിൽ സാധ്യമാവുമെന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരണവുമായി മുന്നോട്ടു പോകുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ. സ്വകാര്യവൽക്കരണം രാജ്യപുരോഗതിക്ക് ആവണമെന്ന നയത്തിന് വിരുദ്ധമായാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും C. ചന്ദ്രൻ പറഞ്ഞു. ലാഭകരമായവ പോലും നഷ്ടത്തിലാക്കുന്ന പ്രവണത വിൽപ്പനയ്ക്ക് വേണ്ടിയാണ്. ആഭ്യന്തരവും ആരോഗ്യവും യാത്രയും ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ വിറ്റഴിക്കുകയാണ്. പൊതുമേഖലകൾ വിറ്റ് പണം വാങ്ങുമ്പോഴും രാജ്യത്തിന്റെ പൊതുകടം ഉയരുന്നു എന്നത് രാജ്യം അപകടത്തിലാവുന്നു എന്നതിന്റെ സൂചനയാണ്. സ്ഥാപനവും തൊഴിലും സ്വകാര്യവൽക്കരിക്കുന്ന നയം ചെറുക്കണമെന്നും C. ചന്ദ്രൻ പറഞ്ഞു. ഇന്ത്യയിൽ തപാൽ വകുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഇന്ത്യയിലെ റെയിൽവേ. ഇന്ത്യയുടെ റെയിൽവേയിലെ ഓരോ ഘട്ടമായി പാർട്സായി ഇന്ത്യ ഗവൺമെന്റ് സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ലാഭകരമായി പ്രവർത്തിക്കുന്ന റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ ഗവൺമെന്റുകൾ തീരുമാനിക്കുകയാണ്. നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോം അത് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിക്കുക. റെയിൽവേ ശുദ്ധീകരണം, അടിച്ചുതടി ഉൾപ്പെടെ അത് സ്വകാര്യവൽക്കരിക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുക. FNPO വർക്കിംഗ് ചെയർമാൻ K. സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, PV രാജേഷ്, KC പ്രീത്, ബാലചന്ദ്രൻ കൂട്ടാല, M. രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ മറവിൽ തോട്ടിൽ നിന്ന് മണ്ണും മണലും കരാറുകാരൻ കടത്തിയതിനെതിരെ പാലക്കാട് നഗരസഭ ഹെൽത്ത് സൂപ്രണ്ടിനെ ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസ് കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഉപരോധിച്ചു. മണ്ണും മണലും കടത്തുന്നത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ രാത്രിയുടെ മറവിൽ എന്നും ഉപരോധക്കാർ പറഞ്ഞു. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും പ്രവർത്തകർ പറഞ്ഞു. പാലക്കാട് നഗരസഭ ഹെൽത്ത് 1-ാം ഡിവിഷനിലെ തത്വ നഗറിലെ തോട്ടിൽ നിന്നാണ് 50 ലക്ഷത്തോളം വിലയുള്ള മണ്ണും മണലും രാത്രികാലത്ത് കടത്തിയത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുൻപായിട്ടാണ് കരാറുകാരൻ കഴിഞ്ഞ 4 ദിവസമായി മണ്ണും മണലും കടത്തുന്നത്. നഗരസഭാ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ രാത്രിയുടെ മറവിൽ വാരിക്കൊണ്ടുപോകുന്നതോടൊപ്പം കഴിഞ്ഞ വർഷം തോടിൻ്റെ സംരക്ഷണത്തിനായി ബണ്ട് കെട്ടിയ മണലും കടത്തി. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഹിറ്റാച്ചി, ടിപ്പർ ലോറികൾ എന്നിവ ഉപയോഗിച്ചാണ് ചെളി എന്ന വ്യാജേന മണ്ണും മണലും കടത്തിയിരുന്നത്. വിഷയത്തിൽ കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്നും കടത്തിക്കൊണ്ടുപോയ മണലിൻ്റെയും വില കണക്കാക്കി കരാറുകാരനിൽ നിന്നും തുക ഈടാക്കണമെന്നും കരാറുകാരനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തി മോഷണക്കുറ്റത്തിന് കേസെടുത്ത് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഉപരോധക്കാർ ആവശ്യപ്പെട്ടു. അതോടൊപ്പം മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഊർജിതമായി പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടു. രാത്രികാല മണ്ണുകടത്തിലിൻ്റെ ദൃശ്യങ്ങളുണ്ടെന്നും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വിജിലൻസിന് പരാതി നൽകുമെന്നും സമരക്കാർ പറഞ്ഞു. സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, K. ഭവദാസ്, സാജോ ജോൺ, മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, S. സേവ്യർ, നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, മോഹൻ ബാബു, C. നിഖിൽ, M. പ്രശോഭ്, കൗൺസിലർമാരായ സുഭാഷ് യാക്കര, D. ഷജിത് കുമാർ, FB ബഷീർ, S. സുജാത, അബു പാലക്കാടൻ, S. ശൈലജ, S. സെൽവൻ, കൃഷ്ണപ്രസാദ്, രാജകുമാരൻ പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എന്ന വ്യാജേന അവിടുത്തെ ചെളി നീക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭ ചെയർപേഴ്സൻ്റെയും ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെയും അനുമതിയോടുകൂടി കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട ഒരു കരാറുകാരൻ, ഗോകുൽ എന്ന കരാറുകാരൻ, അയാളൊരു ബിനാമിയെ വെച്ചുകൊണ്ട് അയാൾ തന്നെ നേരിട്ട് ഇരുട്ടിൻ്റെ മറവിൽ അവിടെ നിന്നുകൊണ്ട് 300 യൂണിറ്റോളം മണ്ണും 100 യൂണിറ്റോളം മണലും കടത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ 45-50 ലക്ഷം രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. ഇത് നഗരസഭയ്ക്ക് വൻ നഷ്ടം വരുത്തിക്കൊണ്ടുള്ള ഇതിനെതിരെയുള്ള സമരമാണ് ഞങ്ങളുടെ. ഈ സമരം കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. നടപടി സ്വീകരിക്കാമെന്ന ഹെൽത്ത് സൂപ്രണ്ട് മണിപ്രസാദിന്റെ ഉറപ്പിലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ കല്ലമ്പാക്ക BSNL ടവർ മുറിയിലെ മോഷ്ടാക്കളെ പോലീസ് പിടികൂടി. പിടിയിലായത് തേനൂർ പുള്ളോട് ഐറോട്ടിൽ 40 വയസ്സുള്ള സത്യരാജും തേനൂർ കല്ലേ മൂച്ചിക്കൽ അമ്പാടന്മാരിൽ 37 വയസ്സുള്ള ശിവദാസും. മങ്കര കല്ലൂർ കണ്ടമ്പക്ക ക്ഷേത്രത്തിനടുത്തുള്ള BSNL ടവറിന്റെ മുറിയിൽ നിന്ന് 5 ബാറ്ററി സെൽ, 5 മീറ്റർ കോപ്പർ കേബിൾ, 3 ഇരുമ്പ് റാക്ക് എന്നിവ മോഷ്ടിച്ചതായാണ് പരാതി. മെയ് 12-നാണ് മോഷണം നടന്നത്. തുടർന്ന്
BSNL ടവർ വിഭാഗം JTO രാമസ്വാമി മങ്കര പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. കേസെടുത്തയുടൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്താനായത്. ഇൻസ്പെക്ടർ A. പ്രതാപ്, ASI മണികണ്ഠൻ, സിവിൽ പോലീസ് ഓഫീസർ ബിജു, സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർമാരായ CR സുരേഷ് കുമാർ, CT ബാബുരാജ്, സീനിയർ പോലീസ് ഓഫീസർ ജ്യോതിഷ് ബാബു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് കൽമണ്ഡപത്ത് പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് വൻ കവർച്ച. ഒരു വീട്ടിൽ നിന്ന് 30 ലക്ഷം വില വരുന്ന സ്വർണവും പണവും മോഷണം പോയി. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പുലർച്ചെ 1:30യോടെയാണ് മോഷ്ടാവ് കൽമണ്ഡപം പ്രതിഭാ നഗറിലെ വീടുകളിലേക്ക് എത്തുന്നത്. CCTVയിലെ സമയം ഇത് വ്യക്തമാക്കുന്നുണ്ട്. മുഖം മറച്ച് ഒരു കവറുമായി മോഷ്ടാവ് നടന്നുവരുന്നതും ഗേറ്റ് ചാടിക്കിടക്കുന്നതും CCTVയിൽ വ്യക്തമാണ്. കമ്പിപ്പാര ഉപയോഗിച്ചാണ് 3 വീടുകളുടെയും മുൻവാതിലുകൾ തകർത്തിരിക്കുന്നത്. ഇതിൽ 2 വീടുകളിൽ കുറച്ചുകാലമായി ആരും താമസിക്കുന്നില്ല. പൂട്ടിക്കിടന്ന 3ാമത്തെ വീട്ടിലുള്ളവർ തിരുവനന്തപുരത്തേക്ക് വിനോദയാത്ര പോയിരിക്കുകയായിരുന്നു. 30 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു എന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘങ്ങളും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശം അറിയുന്ന ആളാണ് മോഷണം നടത്തിയത് എന്നാണ് പോലീസ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ കൃത്യമായി ഇയാൾക്ക് മറ്റാരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണനമേള മെയ് 18 മുതൽ 24 വരെ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടക്കും. മേളയോടനുബന്ധിച്ച് വ്യാഴാഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാതല അവലോകന യോഗം നടക്കുമെന്ന് മന്ത്രിമാരായ K. രാജുവും R. ബിന്ദുവും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭക്ഷ്യ കാർഷിക മേള, സെമിനാറുകൾ, സിനിമാ പ്രദർശനം എന്നിവ മേളയുടെ ഭാഗമാകും. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെയും വിവിധ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ യോഗവും മേളയും സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ വ്യത്യസ്ത മേഖലകളിലെ ക്ഷണിക്കപ്പെട്ടവർ പ്രതിനിധികളായെത്തുന്ന ജില്ലാതല യോഗം ബുധനാഴ്ച രാവിലെ 10:30 മുതൽ 12:30 വരെ തൃശൂർ കാസിനോ ഹോട്ടലിൽ നടക്കും. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 500ഓളം അതിഥികൾ യോഗത്തിൽ പങ്കെടുക്കും. തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന മേള മെയ് 18 വൈകുന്നേരം 5 മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ഡോക്ടർ R. ബിന്ദു അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടന ദിവസം വൈകിട്ട് 4 മണിക്ക് സ്വരാജ് റൗണ്ടിൽ CMS സ്കൂൾ മുതൽ തേക്കിൻകാട് വിദ്യാർത്ഥി കോർണർ വരെ നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ 10,000-ലധികം ആളുകൾ അണിനിരക്കും. 186 സ്റ്റാളുകളിലായി നമ്മുടെ സംസ്ഥാനത്തെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളായിരിക്കും അതിൽ പ്രധാനമായിട്ട് സ്റ്റാളുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ തീം സ്റ്റാളുകൾ ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ നല്ല ശ്രദ്ധേയമായിട്ടുള്ള വിപണന മേളയും, കേവലം ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങളുടെ പ്രദർശനം മാത്രമല്ല, വളരെ വിപുലമായിട്ടുള്ളൊരു വിപണന മേളയും അതിന്റെ ഭാഗമായിട്ട് നടത്തുകയാണ്. വിദ്യാർത്ഥി കോർണർ മുതൽ തെക്കേ ഗോപുരതറ വരെയുള്ള വലിയ പ്രദേശത്താണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ തീം സ്റ്റാളുകളും കൊമേഴ്ഷ്യൽ സ്റ്റാളുകളും ഉൾപ്പെടെ ശീതീകരിച്ച 189 സ്റ്റാളുകളിൽ സർക്കാർ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാകും. ഭക്ഷ്യകാർഷിക മേള, സെമിനാറുകൾ, സിനിമാ പ്രദർശനം എന്നിവ മേളയുടെ ഭാഗമാകും. ദിവസേന രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയായിരിക്കും പ്രദർശനം. മേളയുടെ ഭാഗമായി ദിവസേന വൈകിട്ട് കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംവരണ വിഷയത്തിൽ സർക്കാരിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് വടുകമൈ സമുദായ സാംസ്കാരിക സമിതി കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് കുമാരൻ താമരക്കുന്ന് പറഞ്ഞു. സമുദായത്തിൽ സംവരണ പരിധി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് VSS കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഗ്ദാനങ്ങൾ നൽകി ചെറു സമുദായങ്ങളെ വോട്ട് ബാങ്കായി നിലനിർത്താനുള്ള ശ്രമം വിലപ്പോവില്ല. രാഷ്ട്രീയ വിജയവും തെരഞ്ഞെടുപ്പും മാത്രം ലക്ഷ്യം വെച്ചുള്ള വാഗ്ദാനമാണ് എക്കാലത്തും നടത്തുന്നത്. നിലവിലെ സംവരണ മാനദണ്ഡങ്ങളിൽ നിന്ന് അർഹതയുള്ളവർ പുറത്തു പോവുകയാണ്. നിവേദനങ്ങൾക്കും പരാതികൾക്കും പുല്ലുവിലയാണ് സർക്കാർ കൽപ്പിക്കുന്നതെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് VSSന് അറിയാമെന്നും കുമാരൻ പറഞ്ഞു. ഞങ്ങളെയൊക്കെ തിരിഞ്ഞു നോക്കാതെ, ഞങ്ങളെയൊക്കെ കാണാതെ, വോട്ടുകൾ വാങ്ങി കൊടി നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, ഞങ്ങളുടെ ആളുകളൊക്കെ ഒന്ന് ചിഹ്നം നോക്കാതെ ചിഹ്നം നോക്കി വോട്ട് ചെയ്ത് ജയിച്ചവരെ വീണ്ടും വിജയിപ്പിച്ച് അധികാരങ്ങളിൽ ഇരുത്താൻ ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ
ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ ഇനി 6 മാസം വരെ കഴിഞ്ഞു വരുന്ന ഇലക്ഷനുകളിൽ വടുക സമുദായ സാംസ്കാരിക സമിതിയുടെ ശക്തി എന്താണെന്ന് ഞങ്ങൾ അറിയിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഈ ധർണ സന്ദർഭത്തിൽ പറയാൻ. അതിനൊന്നും മാറ്റമില്ല. ഞങ്ങളുടെ സമുദായ അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ്. മലമ്പുഴ ഏരിയ പ്രസിഡന്റ് കണ്ണൻ ആർ അധ്യക്ഷത വഹിച്ചു. സുരേഷ് കുമാർ, സുമംഗലദാസ്, സുബ്രഹ്മണ്യൻ, ഉണ്ണികൃഷ്ണൻ, രുക്മിണി രാജൻ, സുമാ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വീട്ടമ്മയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് ഒരു കുടുംബം. വാടാനംകുറിശി സ്വദേശിനി 41-കാരിയായ ജയന്തിയാണ് ചികിത്സയിൽ കഴിയുന്നത്. തുടർ ചികിത്സയ്ക്കായി 15 ലക്ഷം രൂപ കണ്ടെത്തേണ്ടതുണ്ട്. തുക സമാഹരിക്കുന്നതിനായി വാടാനംകുറിശിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ താമസിക്കുന്ന തെക്കുമുറിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ 41 വയസ്സുള്ള ജയന്തിക്ക് അടിയന്തരമായി വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. 30/12/2022 ഈ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സ തുടങ്ങിയത്. ഏകദേശം 10 ലക്ഷം രൂപയോളം ചികിത്സാ ചിലവിനായി ചെലവഴിച്ചു കഴിഞ്ഞു. സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇത്ര നാളത്തെയും ചികിത്സയ്ക്കുള്ള ചിലവുകൾ കണ്ടെത്തിയത്. കൂലിപ്പണിക്കാരനായ ഗൃഹനാഥന് മറ്റൊരു ആശ്രയവുമില്ല. 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുട്ടികളാണ് ഈ ദമ്പതികൾക്കുള്ളത്. അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടും നിത്യ ചിലവുകളും താങ്ങാനാവാതെ വലയുകയാണ് ഈ കുടുംബം. തുടർ ചികിത്സയ്ക്ക് മാത്രമായി ഇനി 15 ലക്ഷം രൂപ കണ്ടെത്തേണ്ടതുണ്ട്. ആഴ്ചയിൽ 3 ഡയാലിസിസിന് വിധേയമാകണം. ഒരു ഡയാലിസിസിന് 1500 രൂപ ചെലവ് വരുന്നുണ്ട്. മറ്റ് യാത്രാ ചിലവുകൾ വേറെയും. 1500 രൂപ വിലയുള്ള ഡയാലിസിസ് കിറ്റും വാങ്ങണം. 6 തവണ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. തുടർ ചികിത്സയ്ക്കായി ഈ മാസം 15-ാം തീയതി അഡ്മിറ്റ് ആകേണ്ടതുണ്ട്. നിർധന കുടുംബത്തെ സഹായിക്കുന്നതിനായി വാർഡ് മെമ്പർ VP സന്തോഷ് ചെയർമാനും TM ബിജു കൺവീനറും PK അബ്ബാസ് ട്രഷററുമായി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. തുടർ ചികിത്സയ്ക്കായി 15 ലക്ഷം രൂപ കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേരുകയും ചെയ്തു. നമുക്കിവിടെ കൂടുന്ന ഓരോരുത്തർക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു, പിന്നെ സമൂഹത്തിലെ ആളുകളെ നമുക്ക് ഏതൊക്കെ രൂപത്തിലത് സമീപിച്ച് നമുക്ക് എത്രത്തോളം രൂപ സമാഹരിക്കാൻ കഴിയും എന്നൊക്കെയുള്ളതാണ് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചാണ് നമുക്ക് ഓരോരുത്തരും ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. മറ്റേ ദീർഘമായ ഒരു പ്രസംഗമല്ല ഇവിടെ ആവശ്യമുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. സുമനസ്സുകളുടെ കാരുണ്യത്തിനായി കൈനീട്ടുന്ന ഈ കുടുംബത്തിനായി നമുക്കും പങ്കുചേരാം. ജയന്തി ചികിത്സാ സഹായ നിധിക്കായി കുളപ്പള്ളി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 43020000212446. ഗൂഗിൾ പേ നമ്പർ 81 57 92 23 59. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് മുള്ളൂർക്കരയിൽ സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ജനിച്ചു വളർന്ന കോഴിക്കോട് ജില്ലയിൽ വടകരയിലെ ഒഞ്ചിയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണക്കാരുടെ പാർട്ടി, തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പാർട്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മൂലധനം പഠിച്ചുകൊണ്ട് കടന്നു വന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ച TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സഖാവ് തന്റെ പ്രസ്ഥാനത്തിന്റെ പാർട്ടി സെക്രട്ടറിയായ സഖാവ് പിണറായി വിജയനോടും നേതാക്കന്മാരോടും പറഞ്ഞു, പാർട്ടി പോകുന്നത് തെറ്റായ ദിശയിലൂടെയാണ്, ആ തെറ്റ് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അത് പോകാൻ തയ്യാറായിട്ടില്ല എങ്കിൽ പാർട്ടിയുടെ ആശയങ്ങൾ മുറുകെ പിടിച്ച് ഞങ്ങൾ ഈ പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം, തെറ്റ് തിരുത്തണം. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ജയശ്രീ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മായ ഉദയൻ, NS വർഗീസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ്, മണ്ഡലം പ്രസിഡന്റ് NK പ്രകാശൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K നാരായണൻകുട്ടി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീയേഷ് നരിപ്പറ്റ, INTUC മണ്ഡലം പ്രസിഡന്റ് MM നൌഷാദ്, PV സുലൈമാൻ, വാർഡ് മെമ്പർമാരായ K മൊഹിയുദ്ദീൻ, കണ്ണൻ, മഹിളാ കോൺഗ്രസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള കന്യാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ 29ാം വാർഷികത്തിന്റെ ഭാഗമായി കളിമുറ്റം സംഘടിപ്പിക്കും. 700 കലാകാരന്മാർ പങ്കെടുക്കുന്ന കളിമുറ്റം മെയ് 16, 17 തീയതികളിലായി പല്ലശനയിലാണ് സംഘടിപ്പിക്കുന്നത്. 16-ന് രാവിലെ 2 ദിവസത്തെയും കളിയുടെ അവതരണ രീതി നിശ്ചയിക്കപ്പെടുന്ന നറുക്കെടുപ്പ് നടക്കും. വൈകിട്ട് 5-ന് സ്വീകരണ ഘോഷയാത്രയും നടക്കും. പുത്തൻകാവിൽ നിന്നും കളിമുറ്റം വേദിയിലേക്കാണ് ഘോഷയാത്ര. തുടർന്ന് ഉദ്ഘാടന സമ്മേളനവും നടക്കും. 2 ദിവസത്തെ കളിമുറ്റത്തിന് ശേഷം ശനിയാഴ്ച വൈകിട്ടോടെ സമാപിക്കും. പാലക്കാടിന്റെ തനത് കലാരൂപമായ കന്യാർകളിയുടെ തനിമ
കാത്തുസൂക്ഷിക്കുന്നതിനും പ്രചാരണത്തിനുമായാണ് കളിമുറ്റം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പല്ലശ്ശേന ദേശം പ്രസിഡന്റ് ശബരി പ്രകാശ് അളിയത്ത്, സെക്രട്ടറി ഗോപാലകൃഷ്ണൻ പാലത്തിരുത്തി, KKAPC വർക്കിംഗ് ചെയർമാൻ വി മുരളീധരൻ, ജനറൽ കൺവീനർ VA ബാബു, മുരളീധരൻ, കലാധരൻ എന്നിവർ പങ്കെടുത്തു. കന്യാകുമാരി പാലക്കാടിന്റെ മാത്രമായിട്ടുള്ള തനതായ ഒരു അനുഷ്ഠാന കലയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി ഈ നാടൻ കലയെ 10-30 ദേശങ്ങളിൽ നിന്ന് എല്ലാ വർഷവും ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് കേരള കന്യാകുമാരി ആർട്സ് പ്രൊമോഷൻ കൗൺസിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വർഷം 29ാമത്തെ വാർഷികമാണ്. അത് പല്ലശ്ശേരിയിൽ വെച്ചാണ് നടക്കുന്നത്. 2ാം പ്രാവശ്യമാണ് പല്ലശ്ശേരി വെച്ച് നടക്കുന്നത്. 2006 ഒരിക്കൽ നടന്നിരുന്നു. ഇപ്പോൾ 2025 ഇതിവിടെ വീണ്ടും ഞങ്ങൾ നടത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെൽകർഷകരോട് സർക്കാർ സ്വീകരിക്കുന്ന അവഗണനയ്ക്കെതിരെ കർഷക കോൺഗ്രസ് മണ്ണൂർ മങ്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മണ്ണൂരിൽ സ്ഥിരം കൃഷി ഓഫീസറെ നിയമിക്കണമെന്ന് മണ്ണൂർ കർഷക കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. മണ്ണൂരിൽ കൃഷി ഓഫീസറെ നിയമിക്കുക. കർഷക കോൺഗ്രസ് സിന്ദാബാദ്. കർഷക കോൺഗ്രസ് സിന്ദാബാദ്. കർഷക കോൺഗ്രസ് സിന്ദാബാദ്. മണ്ണൂർ മങ്കര കൃഷിഭവനിൽ നടന്ന ധർണ പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ദാരിദ്ര്യം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ആകെ 50,000 ടൺ വാർഷിക ഉൽപാദനം മാത്രമുള്ള ഈ സംസ്ഥാനത്ത് ഒരു നേരത്തെ ഭക്ഷണം ഊട്ടാൻ പോലും കഴിയാത്ത ഒരു രാജ്യമായിരുന്നു ഇന്ത്യ രാജ്യം. അന്ന് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ ആദ്യം തന്നെ തീരുമാനിച്ചത് ഈ രാജ്യത്ത് നമ്മുടെ ഡാമുകൾ നിർമ്മിക്കാൻ, കൃഷിക്ക് ആവശ്യത്തിനുള്ള ഡാമുകൾ നിർമ്മിക്കാനാണ് ആദ്യത്തെ തീരുമാനമുണ്ടായിരുന്നു. അത് തീർച്ചയായും നമ്മൾ പ്രത്യേകിച്ചും അത് ഊന്നി പറയേണ്ടിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. മണ്ണൂർ കൃഷിഭവനിൽ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK അശ്വജിത്ത് അധ്യക്ഷത വഹിച്ചു. M. ശിവപ്രകാശ്, PA സക്കറിയ, K. കനകരാജ്, സിദ്ദിഖ്, മുഹമ്മദ് ഫൈസൽ, PR ഷിബു, പ്രദീപ്, മുരളീധരൻ, PA മുസ്തഫ, PK പ്രഭേഷ് എന്നിവർ സംസാരിച്ചു. മങ്കരയിൽ N. അച്യുതൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഷാഹുൽ ഹബീദ്, മുകുന്ദൻ, രവീന്ദ്രൻ, അബ്ദുൾ റഹിമാൻ, വത്സലകുമാരൻ, ഷംസുദ്ദീൻ, സുമംഗല, നദീറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് അമ്പലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പാറ കൃഷിഭവന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം UDF ചെയർമാൻ ഗിരീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 2016 നമ്മൾ ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഏതാണ്ട് 8 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 3.5 ലക്ഷം ഹെക്ടർ നെൽകൃഷിയായി ചുരുങ്ങി. എന്താ അതിന് കാരണം? കർഷകനോട് കടം പറയുന്ന ഗവൺമെന്റ്. എല്ലാവരോടും കടം പറയാം. കർഷകനോട് കടം പറയുന്ന ഗവൺമെന്റ് ഒരു നെല്ലളന്ന് വാങ്ങിയാൽ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അവന്റെ വിളവ് സർക്കാർ ഏറ്റെടുത്ത് വിൽക്കാമെന്ന് പറഞ്ഞ് അത് അളന്നെടുത്താൽ അതിന് പണം കൊടുക്കില്ല, കടം പറയും. കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ലോകബാങ്ക് അനുവദിച്ച 2635 കോടി രൂപ വകമാറ്റി ചിലവാക്കിയതിനും സംഭരിച്ച നെല്ലിന്റെ തുക കർഷകന് നൽകാത്തതിലും വന്യമൃഗശല്യം കാരണം കൃഷികൾ നശിപ്പിക്കുന്നതിന് ശാശ്വത പരിഹാരം കാണാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു കർഷക കോൺഗ്രസ് അമ്പലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാക്കുഴി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ C. ഭാസ്കരൻ, CN കൃഷ്ണൻ, പ്രദീപ് കുന്നക്കാവ്, V. ചാമിക്കുട്ടി, K. ജോയ് വർഗീസ്, K. പ്രിയദർശിനി, T. രവി നാരായണൻ, MK വേലപ്പൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അമ്പലപ്പാറ. മണ്ണൂരിൽ EK നായനാർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും സമ്മാന വിതരണവും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇപ്പോൾ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത് ജനങ്ങളുടെ സഹായത്തോടെ മാത്രമേ ചെയ്യാൻ കഴിയൂ. സുമനസ്സുകൾ ആരൊക്കെയാണോ നമ്മളെ സഹായിക്കുന്നത് അതൊന്നും നമ്മൾ ഒഴിവാക്കാറില്ല. എല്ലാ സഹായങ്ങളും സ്വീകരിക്കുകയാണ്. ഇവിടെ സൊസൈറ്റിയുടെ ഭാഗമായി വീടുകൾ ഓരോ ആഴ്ചകളിലും അല്ലെങ്കിൽ ആവശ്യമുള്ളിടത്ത് കിടപ്പ് രോഗികളായ ആളുകളെ നേരിട്ട് പോയി കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക.
മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ രാജകുമാരൻ ഉണ്ണി മുഖ്യാതിഥിയായി. ഇ കെ നായനാർ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താനായി വിറ്റഴിച്ച സമ്മാന കൂപ്പണിൽ സമ്മാനം ലഭിച്ചവർക്കുള്ള സമ്മാന വിതരണവും നടന്നു. ഒന്നാം സമ്മാനമായി അടിച്ച 1 ലക്ഷം രൂപയുടെ സ്കൂട്ടർ തിരിച്ച് നായനാർ ചാരിറ്റിക്ക് തന്നെ സംഭാവനയായി നൽകിയ പത്തിരിപ്പാല സർക്കാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PN ജയരാമനെ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനത്തെ MLA അഭിനന്ദിച്ചു. പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും A+ നേടിയ വിദ്യാർത്ഥികളെ MLA ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ ഇ കെ നായനാർ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് 1/2 ലക്ഷം രൂപയുടെ ആദ്യ സഹായം നൽകിയ മണ്ണൂർ രാജകുമാരനുണ്ണിയെയും MLA ഉപഹാരം നൽകി ആദരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ PN ജയരാമൻ, മണ്ണൂർ രാജകുമാരനുണ്ണി, CPIM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, TR ശശി, ബ്ലോക്ക് അംഗം PS അബ്ദുൾ മുത്തലവി, P നാരായണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ സ്വാഗതവും VK മുരളി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പിതാവ് മരിച്ച 40-ാം ദിവസം മകൻ ടൈൽസ് പണിക്കിടെ ഷോക്കേറ്റ് മരിച്ചു. പിരായിരി കല്ലേക്കാട് മാമ്പ്ര പിലാശ്ശേരി വീട്ടിൽ അബ്ദുസലാമിന്റെ മകൻ 21 വയസ്സുള്ള ഷഫീഖാണ് മരിച്ചത്. മകര ഓരാമ്പള്ളത്ത് വീട്ടിൽ ടൈൽസ് പണി നടക്കുന്നതിനിടയിലാണ് യുവാവിന് ഷോക്കേറ്റത്. ഉടനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തും ഷോക്കേറ്റ് ചികിത്സയിലാണ്. ഷഫീഖിന്റെ പിതാവ് ഏപ്രിൽ 7-നാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. പയ്യന്നൂരിൽ ലോറിയിടിച്ച വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. അത്താണിപ്പറമ്പ് സ്വദേശി സുകുമാരന്റെയും വള്ളിയുടെയും മകനായ 17 വയസ്സുള്ള വിജയാണ് മരിച്ചത്. അമിത വേഗതയിൽ വന്ന മിനി ലോറിയാണ് വിദ്യാർത്ഥിയെ ഇടിച്ചത്. സംഭവം നടന്ന ഉടനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കരയിൽ തെങ്ങ് കയറുന്നതിനിടെ വീണ വയോധികന് ദാരുണാന്ത്യം. ചേലക്കര കാളിയ റോഡ് സ്വദേശി 64 വയസ്സുള്ള അഷ്റഫാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് സംഭവമുണ്ടായത്. ഉടൻ ചേലക്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ഭാഗവത സപ്താഹവും മെയ് 15 മുതൽ 23 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് കല്ലംവള്ളി ജയൻ നമ്പൂതിരിയാണ് മുഖ്യ യജ്ഞാചാര്യൻ. 15-ന് വ്യാഴാഴ്ച വൈകിട്ട് 5-ന് ആചാര്യന്മാരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. വൈകിട്ട് 6-ന് കേരള സന്യാസി സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി HH പ്രഭാകരാനന്ദ സരസ്വതി ഭദ്രദീപം കൊളുത്തി യജ്ഞം ഉദ്ഘാടനം ചെയ്യും. 23-ന് വെള്ളിയാഴ്ച പ്രതിഷ്ഠാദിന ഉത്സവം നടക്കും. എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഭക്തരുടെ സഹായ സഹകരണം ഉണ്ടാകണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 17ാമത് പ്രതിഷ്ഠാദിനവും 10ാമത് സപ്താഹ യജ്ഞവും മെയ് 15 മുതൽ 23 വരെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കൊല്ലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കലാപരിപാടികളും അന്നദാനവും ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് കല്ലംപള്ളി നമ്പൂതിരിപ്പാടാണ് യജ്ഞാചാര്യൻ. അപ്പം ഈ പരിപാടിയിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുകയും ഈ സംരംഭം വളരെ വിജയപ്രദമാക്കാൻ എല്ലാവരുടെ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവതിയുടെ നാമത്തിൽ അഭിവാദ്യം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റുലി. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി CPI ജോയിന്റ് കൗൺസിൽ. അവകാശ സമരങ്ങളോടുള്ള സമീപനത്തിൽ ഇടത് പ്രത്യയശാസ്ത്രത്തോട് നീതി പുലർത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല. ഇടത് ഭരണമായിട്ടും സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ സമരം ചെയ്യേണ്ടി വന്ന കാലമാണിതെന്നും കൗൺസിൽ. ഇടത് മന്ത്രിമാർ ആരും സ്വീകരിക്കാത്ത തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഇപ്പോഴത്തെ ധനമന്ത്രിയുടേതെന്നും വിമർശനം. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റുലിയിലേക്ക്. പല ഉദ്യോഗസ്ഥർക്കും ഇപ്പോഴും പല TA കുടിശ്ശികളും അതുപോലെ തന്നെ പല ഫണ്ടുകളും ലഭിക്കുന്നില്ല എന്നുള്ള ആരോപണമുണ്ട്. അതുപോലെ തന്നെ അങ്കണവാടി ആശാ വർക്കർമാരുടെ കാര്യത്തിലും നില അതീവ ഗുരുതരമാണ്. കാരണം അവരുടെ സമരം പോലും സർക്കാർ വിമുഖത കാണിച്ചു. ഇപ്പോഴും ആ സമരത്തിനോട് സർക്കാരുടെ ഒരു ഐക്യമില്ലായ്മ അല്ലെങ്കിൽ സർക്കാർ ആ സമരത്തെ അടിച്ചമർത്തുന്ന രീതിയിലാണ് നാം കണ്ടത്. അപ്പോൾ ഇത്തരം വിമർശനങ്ങളെല്ലാം ജോയിൻറ്റ് കൗൺസിലിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വന്നു. എന്നാൽ ഇതിന് പിന്താങ്ങുന്ന ഒരു രീതിയല്ല CPI നിലപാട് കൈക്കൊള്ളുന്നത്. CPI വന്ന് കേന്ദ്ര സർക്കാരിനെതിരെ മാത്രം കുറച്ച് രാഷ്ട്രീയ ആരോപണങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർത്തി അതുമാത്രമായി മുന്നോട്ട് പോകുന്ന രീതിയാണ് CPIയുടെ ഭാഗത്തു നിന്ന് കാണുന്നത്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പങ്കാളിത്ത പെൻഷൻ എടുത്തു കളയുമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് അധികാരത്തിൽ വന്നത്. ഇപ്പോൾ വർഷം 4ആയിട്ടും അക്കാര്യത്തെക്കുറിച്ച് മൗനം ഭജിക്കുമെന്ന് മാത്രമല്ല, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കണം, പഴയ പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഇടതുപക്ഷ സംഘടനകളുടേതായ സമരത്തെ പോലും കാണാത്ത വിധത്തിൽ, അതിനെ മൈൻഡ് ചെയ്യാത്ത വിധത്തിലാണ് ഇടതുപക്ഷ സർക്കാർ പോയിക്കൊണ്ട് ജീവനക്കാർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കോടിക്കണക്കിന് രൂപ
അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. ഇവിടെ നവകേരളത്തിൻ്റെ പേരിൽ 100 കോടി മാറ്റിവെച്ചു എന്നൊക്കെ പറയുന്ന സർക്കാർ DA ഇനത്തിൽ 18% ഇപ്പോഴും കിട്ടാനുണ്ട്. 1/4/2024 മുതൽ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കേണ്ടതിനെക്കുറിച്ചിട്ട് ഒരക്ഷരം സർക്കാർ മിണ്ടുന്നില്ല. ശമ്പള കമ്മീഷൻ വെക്കാനും സർക്കാർ തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിൽ തൊഴിലാളികളുടെ വഞ്ചനയാണ് സർക്കാർ നാട്ടിക്കൊണ്ടത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ തൊഴിലാളി നയം തന്നെ തിരുത്തി കുറിച്ചുകൊണ്ട് തൊഴിലാളി ദ്രോഹ നടപടികൾ സ്വീകരിക്കുകയും ജനകീയ സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലുകയും ചെയ്യുന്ന നയങ്ങളാണ് ഈ സർക്കാർ സ്വീകരിച്ചിരുന്നെന്ന് പറയാതിരിക്കാൻ വയ്യ. കേരളത്തിൽ ഒരുപാട് മനുഷ്യൻ്റെ മുഖ്യ പ്രശ്നങ്ങളുമായിട്ടുള്ള ജനകീയ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഈ ജനകീയ സമരങ്ങളോടൊക്കെ മുഖം തിരിഞ്ഞ് നിൽക്കുകയില്ല. അത്തരം സമരങ്ങളെ തന്നെ നിഷേധാത്മകമായ രീതിയിൽ തന്ത്രപൂർവം ഉന്മൂലനം ചെയ്യാവുന്ന നടപടികളാണ് ഇടതുപക്ഷ സർക്കാരെ കൊണ്ടിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ രാജ്യത്ത് അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനും സാധാരണക്കാരായ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് തൊഴിലാളികളുടെയൊക്കെ സംരക്ഷണം പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരം. അപ്പോൾ 232 രൂപയാണ് ഒരു ദിവസത്തിന് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ കർണാടകത്തിലും അതുപോലെ തെലുങ്കാനയിലുമൊക്കെ 10,000 രൂപയെങ്കിലും ചുരുങ്ങിയത് അവർ ഓണറേറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിനെ പഴിചാരിക്കൊണ്ട് ആശാ വർക്കർമാരോട് കാണിക്കുന്ന ആശാവർക്കർമാർക്ക് ശമ്പള വർധനവിനും ഇന്നത്തെ വിലസൂചികയ്ക്കനുസരിച്ച് ജീവിത നിലവാരത്തിനനുസരിച്ച് അത് വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനമാണെന്നാണ് ഇടതുപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ പഴയ നിലപാട്. ആ നിലപാടുകളിൽ നിന്നൊക്കെ വളരെ മാറി അവരോട് വളരെ നിഷേധാത്മകമായ സമീപനം നടത്തിയ ആ സമരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്ത മോദി സർക്കാർ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിലാണെന്ന് മന്ത്രി പി പ്രസാദ്. മതേതര രാഷ്ട്രീയ ചിന്താധാരയെ ഇല്ലാതാക്കാനും ഹിന്ദു വിചാരതയെ സ്വീകരിക്കാനുമുള്ള സംഘപരിവാർ അജണ്ടയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി. നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പത്തെ ഇല്ലാതാക്കുക എന്നതാണ് സംഘപരിവാറിന്റെ അജണ്ടയെന്നും മന്ത്രി. പാലക്കാട് CPI ജോയിന്റ് കൌൺസിൽ യോഗം. പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി മാറ്റിവെച്ച 600 കോടിയിൽ അധികം കവർന്ന സർക്കാരാണ് 100 കോടിയുടെ വാർഷിക മാമാങ്കം നടത്തുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. എഴുതിക്കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനെയാണ് ചർച്ചയാക്കി അവതരിപ്പിക്കുന്നതെന്നും C ചന്ദ്രൻ. SC/ST ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ ദളിത് കോൺഗ്രസ് നേതൃത്വത്തിൽ പാലക്കാട് രാപ്പകൽ സമരം. തൊഴിൽ ദാരിദ്ര്യമുണ്ടായാൽ മുതലാളിത്ത വ്യവസ്ഥിതി എളുപ്പത്തിൽ സാധ്യമാവുമെന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരണവുമായി മുന്നോട്ടു പോകുന്നതെന്നും KPCC ജനറൽ സെക്രട്ടറി. പാലക്കാട് FNPO സമാപന സമ്മേളനം. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ മറവിൽ മണ്ണും മണലും കടത്തിയ കരാറുകാരനെതിരെ നഗരസഭാ ഹെൽത്ത് സൂപ്രണ്ടിനെ ഉപരോധിച്ച് കോൺഗ്രസ്. മണ്ണും മണലും കടത്തുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടെ രാത്രിയുടെ മറവിലെന്നും ആരോപണം. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യം. പാലക്കാട് കൽമണ്ഡപത്ത് പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് വൻ കവർച്ച. 30 ലക്ഷം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടമായി. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന്. മങ്കരയിൽ BSNL ടവർ മുറിയിലെ മോഷ്ടാക്കളെ പിടികൂടി പോലീസ്. എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള മെയ് 18 മുതൽ 24 വരെ തൃശൂരിൽ. ഭക്ഷ്യ കാർഷിക മേളകൾ, സെമിനാറുകൾ, സിനിമാ പ്രദർശനങ്ങൾ എന്നിവ മേളയുടെ ഭാഗമാകും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാതല അവലോകന യോഗം വ്യാഴാഴ്ച. പഴയന്നൂരിൽ മിനി ലോറിയിടിച്ച വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മങ്കരയിൽ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ചേലക്കരയിൽ തെങ്ങിൽ നിന്ന് വീണ വയോധികൻ മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.